OTTക്ക് പുറമെ സിനിമ റിലീസ് ചെയ്യാൻ ആൻഡ്രോയിഡ് ആപ്പും. ആൻഡ്രോയിഡ് ആപ്പിലൂടെ പുറത്തിറങ്ങുന്ന ആദ്യ സിനിമ എന്ന വിശേഷണവുമായി മലയാള ചിത്രം നിശബ്ദം പുറത്തിറങ്ങി. മാധ്യമപ്രവർത്തകനായ NB രഘുനാഥിന്റെ ഒറ്റയാൾ പ്രയത്നമാണ് ഈ ചിത്രം. സിനിമ അത് സ്വപ്നം കാണുന്നവന്റെ തീരത്തേക്ക് കൂടുതൽ അടുപ്പിക്കുകയാണ് പുതിയ സങ്കേതങ്ങൾ. ലോ ബഡ്ജറ്റ് സമാന്തര ചിത്രങ്ങൾ, പരീക്ഷണ ചിത്രങ്ങൾ എന്നിവയ്ക്ക് വലിയ വേദികളാണ് ഇതിലൂടെ ഒരുങ്ങുന്നത്. പ്ലേ സ്റ്റോറിൽ ചിത്രത്തിൻ്റെ പേരിലുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ചെറിയ തുക കൊടുത്ത് ആർക്കും സിനിമ കാണാം. പല സിനിമകളും ഇന്ന് വേദി കിട്ടാതെ, OTTക്കാരായാലും തിയേറ്ററുകാരായാലും വേദി കൊടുക്കാതെ പെട്ടിയിലിരിക്കുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. അത് പുറത്തേക്ക് വരാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അവർക്കെല്ലാം വലിയൊരു ഓപ്പണിംഗ് ആണ് ഈ സിനിമ ഈ ഒരു പ്ലാറ്റ്ഫോം കൊടുക്കുന്നത്. OTT ആയിട്ട് ഒരു തേർഡ് പാർട്ടിയുടെ ഇന്റർഫറൻസ് ഇല്ലാതെ, ഇടനിലക്കാരനില്ലാതെ നമുക്ക് സിനിമ നിർമ്മിക്കുന്ന അതേ പ്രൊഡ്യൂസർക്ക് തന്നെ ആപ്പ് റിലീസ് ചെയ്യാൻ പറ്റുമ്പോൾ സാമ്പത്തികമായിട്ട് നമുക്ക് ഇടനിലക്കാർക്ക് പൈസ പോകുന്നില്ല. പിന്നെ പടം പെട്ടിയിലിരിക്കുന്ന അവസ്ഥ തന്നെയാണ്. നമുക്ക് തന്നെ സ്വാപ്പായിട്ട് പ്ലേ സ്റ്റോറിൽ ഇടാൻ പറ്റും. അപ്പോൾ ആർക്കും ഒരു സോഷ്യൽ ജനകീയ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ആർക്കും പ്ലേ സ്റ്റോറിൽ പോയി ആപ്പ് ഡൗൺലോഡ് ചെയ്യാം, അതിന്റെ പൈസ അവിടെ അടയ്ക്കാം, നമുക്ക് ആ പൈസ ഷെയർ അവിടെ നിന്ന് വരും. ഒരമ്മയും മകളും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ കഥ പറയുന്ന നിശബ്ദം എന്ന ചിത്രം ഒരു ദിവസം സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ നടക്കുന്ന സംഭവങ്ങളിലൂടെയാണ് വികസിക്കുന്നത്. എന്റെ തുണി തേച്ചോ? കഴിഞ്ഞിട്ടുണ്ട്. ചിത്രത്തിൻ്റെ സംഗീതം ഉൾപ്പെടെ എല്ലാ സാങ്കേതിക വശങ്ങളും നിർവഹിച്ചിരിക്കുന്നത് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ബിരുദധാരിയും മാധ്യമപ്രവർത്തകനുമായ NB രഘുനാഥാണ്. നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ച കൃഷ്ണപ്രഭ ഒഴികെയുള്ള അഭിനേതാക്കൾ മുഴുവനും പുതുമുഖങ്ങളും. ന്യൂസ് 18 കൊച്ചി.